കോടി ജന്മമീ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവെനിക്കേകിയാലും ഒരു കോടി ജന്മ. ഗുഡ് മോർണിംഗ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹീതവും വിലയേറിയതുമായ പ്രഭാതത്തിൽ നമുക്കൊരുമിച്ച് കർത്തൃപാദപീഠത്തിൽ പ്രാർത്ഥനയോടെ കടന്നു വരുവാൻ സർവകൃപാലുവായ ദൈവത്താൽ ഒരുക്കപ്പെട്ട നല്ല സന്ദർഭത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. നമ്മുടെ പഠന പരമ്പരയിലെ യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിലാണ് നാം എത്തപ്പെട്ട് നിൽക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം അത് 4 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചു പഠിക്കുന്നത്. അതിലൊന്നാമത്തെ ഭാഗമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത്. കലഹം ദൈവസഭയ്ക്കകത്ത് വ്യക്തിപരമായ ജീവിതങ്ങളിലൊക്കെ കലഹം പുറപ്പെടാനുള്ള കാരണം എന്താണ് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. ഇവിടെ ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മൾ വിചിന്തനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നതിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. രണ്ടാമത്തെ പാർട്ട് ഈ 4 മുതൽ 6 വരെയുള്ള ഭാഗങ്ങളാണ്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ലോകവുമായി ഇടപഴകുവാൻ, അല്ലെങ്കിൽ ലോകത്തോടുള്ള സൗഹൃദം, ആ സ്നേഹം, ഇതൊക്കെ നിലനിർത്താൻ ഒരു ദൈവ പൈതലിന് കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. ലോകത്തോടുള്ള സ്നേഹം, ലോകത്തോടുള്ള പറ്റുപെരുമാനം, അത് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തോട് ശത്രുത്വം ഉണ്ടാക്കുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് ചോദിക്കുവാൻ കഴിയുന്നൊരു ചോദ്യം, നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ പറ്റുമോ? ഒരിക്കലുമല്ല. എന്നാൽ വേദപുസ്തകത്തിൻ്റെ വ്യാഖ്യാനം നമ്മൾ പഠിക്കണം. എങ്കിലേ ഈ വാക്യത്തിൻ്റെ ശരിയായ അർത്ഥം നമുക്ക് മനസ്സിലാക്കുകയും. വേദപുസ്തകത്തിൽ ഇവിടെ ലോകം എന്ന് പറയുന്നത് നമ്മൾ ഈ അധിവസിക്കുന്ന ഭൂമിയെയോ അല്ലെങ്കിൽ ആ ഒരു ഗോളത്തെയോ ഉദ്ദേശിച്ചല്ല. ലോകം എന്ന് പറയുമ്പോൾ ഇവിടെ കോസ്മോസ് എന്ന ഒരു പദമാണ് കൊടുത്തിരിക്കുന്നത്. കോസ്മോസ്. ഈ കോസ്മോസ് എന്ന് പറഞ്ഞാൽ വേൾഡ് അല്ലെങ്കിൽ ലോകം എന്നൊക്കെ നമുക്കതിനെ വിലയിരുത്താം. ഈ കോസ്മോസിൽ നിന്നാണ് കോസ്മെറ്റിക്സ് എന്ന് പറയുന്ന പദം വന്നിട്ടുള്ളത്. അപ്പോൾ കോസ്മെറ്റിക്സ് ആൻഡ് കോസ്മോസ് ഇവിടെ പറയുകയാണ്, ലോകത്തോടുള്ള സ്നേഹം അത് ദൈവത്തോടുള്ള ശത്രുത്വമാണ്. പ്രിയരെ, നാം ഈ ലോകത്തിൽ ജീവിക്കുന്ന കാലത്തോളം നമ്മൾ ഈ ലോകത്തെ അതിൻ്റെതായ നിലയിൽ കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് ജീവിക്കാൻ പറ്റൂ. പക്ഷേ ലോകത്തോടുള്ള ശത്രുത്വം എന്ന് പറയുമ്പോൾ യോഹന്നാൻ അപ്പോസ്തലൻ രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്: നിങ്ങൾ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഡു നോട്ട് ലവ് ദ കോസ്മോസ് ആൻഡ് കോസ്മെറ്റിക്സ്. നിങ്ങൾ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും എന്ത് ചെയ്യാൻ പാടില്ല? സ്നേഹിക്കാൻ പാടില്ല. അപ്പോൾ ലോകത്തിൽ നമുക്ക് എടുക്കുവാൻ പറ്റാവുന്ന ചില കാര്യങ്ങളുണ്ട്, ഒരിക്കലും പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. അത് വേദപുസ്തക അടിസ്ഥാനത്തിൽ താരതമ്യം ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാകുകയുള്ളൂ. എന്നാൽ ഈ പ്രഭാതത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞ് മുൻപോട്ട് വരാം. ലോകത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ഈ ലോകത്തെ സ്നേഹിക്കരുത് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? അത് നമ്മൾ മനസ്സിലാക്കണം. അത് എന്താണ് എന്ന് ചോദിച്ചാൽ, അപ്പോസ്തലനായ പൗലോസ് അതിനെക്കുറിച്ച് ആധികാരികമായി പറയുന്ന പല ലേഖനങ്ങളുണ്ട്. പ്രത്യേകിച്ചും തൻ്റെ റോമാലേഖനം 1-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ ഈ ലോകത്തോടുള്ള സ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വം ആകാൻ കാരണം പൗലോസ് പറയുന്നൊരു പദം ഇങ്ങനെയാണ്: ഈ ക്ഷയമുള്ള മനുഷ്യൻ
അവൻ എന്താ ചെയ്തത്? അവൻ നാൽക്കാലികളുടെയും മൃഗജാതികളുടെയും ഇഴജാതികളുടെയൊക്കെ രൂപങ്ങളുണ്ടാക്കി അവയെ ദൈവമായിട്ട് കണ്ടു, എന്നിട്ട് അവയുടെ മുൻപിൽ വണങ്ങി. അപ്പോൾ പൗലോസ് പറയാണ്, അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ ഇങ്ങനെ പലതിൻ്റെ രൂപസാദൃശ്യങ്ങളാക്കി മാറ്റി. ഇപ്പം ലോകത്തോടുള്ള നമ്മുടെ സ്നേഹം എവിടെ പോകരുത് എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്? മനുഷ്യ കൈകളാൽ നിർമ്മിതമായ യാതൊരു വിധമായ വിഗ്രഹത്തിൻ്റെയും പുറകിൽ നമ്മുടെ സ്നേഹം പോകാൻ പാടില്ല എന്നാണ് ബൈബിൾ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത പ്രഭാതത്തിൽ നമുക്ക് കേൾക്കാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും, വലിയ അനുഗ്രഹമാക്കി തീർക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയരെ, നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല പ്രഭാതം ഞാൻ നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് സാമുവൽ. അപ്പോൾ തന്നെ നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യണം, യൂട്യൂബ് ചാനൽ ഒന്ന് ഫോളോ ചെയ്യണം. അതൊരു അനുഗ്രഹമായി തീരും. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. നാളെ പ്രഭാതത്തിൽ ഇതിൻ്റെ ബാക്കി ഭാഗം കേൾക്കാം. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ.